Do you know why most of the relationships break? എന്തുകൊണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടാകുന്നത്? അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, മാരേജ് ലൈഫ് ആയിക്കോട്ടെ, എന്തായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാകുന്നതിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ? അവിടെ സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രം കുറവുണ്ട്. എന്താണെന്നറിയോ? ലാക്ക് ഓഫ് ഇൻക്ലൂസീവ്നെസ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, മിക്ക സൈക്കോളജിസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് മറ്റേ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നെക്കാളും മറ്റേ വ്യക്തി വളരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, പരിഗണിക്കാൻ പറ്റുന്നില്ല. ഇത് മാത്രമല്ല, മറ്റു പല രീതിയിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷൻസും കണ്ടീഷൻസും വെച്ചിട്ടാണ് മിക്ക റിലേഷൻഷിപ്പും കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴാണോ ആ റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റേഷൻസും കണ്ടീഷൻസും മീറ്റ് ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു സിറ്റുവേഷനിലാണ് മിക്ക റിലേഷൻഷിപ്സും ബ്രേക്കപ്പ് ആയി പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, മാരേജ് ലൈഫ് ആയിക്കോട്ടെ, നമ്മൾ എക്സ്പെക്റ്റേഷൻസും കണ്ടീഷൻസും ഒന്നും വെച്ചിട്ട് നമ്മൾ ഒരാളെയും സ്നേഹിക്കാൻ പോകരുത്, ഒരാളെയും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഈ റിലേഷൻഷിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് വാട്ടർ, ലൈക്ക് എ റിവർ. അതിങ്ങനെ അതിൻ്റെ ഒഴുക്കിനെ വിട്ടുകൊടുക്കണം. സോ ഇറ്റ്സ് ഇഫ് വി പുട്ട് എനി കൈൻഡ് ഓഫ് ബാരിയർ ഇൻ ബിറ്റ്വീൻ ഓർ കണ്ടീഷൻസ് ഇൻ ബിറ്റ്വീൻ, പിന്നെ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡ്രാമ തന്നെയായിരിക്കും ലൈഫ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ, നമുക്ക് അവിടെ ഒരു കണ്ടീഷൻസ് വേണ്ട, ഒരു എക്സ്പെക്റ്റേഷൻസ് വേണ്ട. ഇറ്റ് ഷുഡ് ഗോ ലൈക്ക് എ വാട്ടർ. അത് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് പോകുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ആൻഡ് നദർ ഒബ്സർവേഷൻ വിച്ച് ഐ ഒബ്സർവ് ഇൻ മോസ്റ്റ് ഓഫ് ദ റിലേഷൻഷിപ്സിൽ, ഒരാൾ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ഒരാൾ ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫാമിലി ലൈഫിൽ എൻ്റെ മമ്മി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്, എൻ്റെ ഡാഡി ആണെങ്കിൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. ഐ ഹവ് ഒബ്സർവ് ദിസ് ഇൻ മെനി ഓഫ് ദ റിലേഷൻഷിപ്പിൽ. ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ദൈവം ഒരു എന്താ പറയുക, ഒരു ഒളിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സീക്രട്ട് പോലെയാണ് മിക്ക റിലേഷൻഷിപ്പും സുന്ദരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഒത്തിരി ആക്റ്റീവും മറ്റാൾ ഭയങ്കര സൈലൻറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, രണ്ട് കൈയും ഒരുമിച്ച് കൊട്ടുമ്പോഴാണ് ആ ഒരു എന്താ പറയുക ശബ്ദം ഉണ്ടാവുന്നത്. എന്നാൽ ഒരു കൈക്ക് ശബ്ദമുണ്ട്, മറ്റേ കൈക്ക് ശബ്ദമില്ലെങ്കിൽ അതങ്ങ് അങ്ങനെ ഒരുമിച്ച് അങ്ങ് പോയിക്കോളും. അതെങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഒരു ഒഴുക്കിന് അനുസരിച്ച് അതങ്ങ് ഒഴുകിപ്പോയിക്കോളും. സോ റിലേഷൻഷിപ്സ് എപ്പോഴും അങ്ങനെ ഒരു കണ്ടീഷൻസും ബാരിയേഴ്സും ഒന്നും വെക്കാതെ നമുക്കത് ആ ഒരു ഒഴുക്കിനനുസരിച്ച് അതങ്ങ് വിട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളും സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും.